ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി നമ്മുടെ അശ്വിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ. അതിനുശേഷം അശ്വിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അശ്വിനും ശ്രുതിനെ വല്ലാത്ത രീതിയിൽ തന്നെ നോക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. ശ്യാമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യട്ടോ. മനോരമയാണെങ്കിൽ താടിക്കും കൈ കൊടുത്ത് അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഉമ്മ കൊടുത്തതിന് ശേഷം ശ്രുതി അവിടെ നിന്ന് ഓടി വേഗം ഉമ്മറത്തേക്ക് പോയി അങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോരമ പറയും, എൻ്റെ മൈ ഗോഡ്, ആ കിറസാരിക്കാരി എന്താ ഇപ്പോൾ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുവാണ്. അവളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അപ്പുറത്തേക്ക് പോകുകട്ടെ. ശ്രുതിനെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുകയാണ്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഉമ്മറത്തിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കുട്ടീഷ്ണ, ഞാനിപ്പോൾ എന്താ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് വളരെ സന്തോഷം മനസ്സിലുണ്ട് കേട്ടോ. അത് മുഖത്തും തെളിയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. നീ ഇപ്പം എന്താ കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. സത്യം പറ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നിങ്ങൾ ഉമ്മ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ചലഞ്ച് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ചലഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. നിങ്ങളെപ്പോലൊന്നല്ല, ഞാൻ എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ ഉമ്മ വെച്ചത് എന്ന് പറയുമ്പോഴേക്കും അത് നീ ശരിക്കും ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് തന്നെയാണോ അതോ മനഃപൂർവ്വം എന്നെ ഞാൻ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് എന്ന് ശ്രുതി പറയുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശ്രുതി മനഃപൂർവ്വം അങ്ങനെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനൊന്നും അല്ല. ശ്രുതി ഒരു പെട്ടെന്നൊരു ഇതിൽ ഇഷ്ടത്തിൽ അങ്ങോട്ട് ചെയ്തു പോയതാണ് കേട്ടോ അത്. അതിനുശേഷമാണ് നമ്മുടെ മുത്തശ്ശി എടുത്ത് അഞ്ജലി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മുത്തശ്ശി ശ്രുതി ഉമ്മ വെച്ചത് കണ്ടില്ലേ, എന്തൊക്കെ പറയാനും അവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയേണ്ട, അതെ അവർ തമ്മിൽ എന്തോ ഉണ്ട്, അവളെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, ചേച്ചിനെ പോലെ അനിയത്തി ഇവിടെ കയറി പറ്റാൻ വേണ്ടി നോക്കുക, പക്ഷെ അവളുടെ ഒരു അടവും കുഞ്ഞിൻ്റെ അടുത്ത് നടക്കില്ല. അത് ഞാൻ മനോരമയാണ് പറഞ്ഞത്, കുഞ്ഞിൻ്റെ അടുത്ത് ഒരിക്കലും അവളുടെ ഒരു അടവും നടക്കാൻ പോണില്ല. അവൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് കുഞ്ഞിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വരാനായിട്ട്. അതിനെ വേണ്ടി അവൾ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് എന്ന് മനോരമ പറയാണ്. അതിനുശേഷം നമ്മുടെ മനോരമ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അഞ്ജലി ശ്യാമിനോട് ചോദിക്കണ്ടേ, ശ്യാമേട്ടന് അങ്ങനെ തോന്നിയായിരുന്നു? എങ്ങനെ? അല്ല, കുഞ്ഞിനും ശ്രുതിയും തമ്മിൽ എന്തോ ഉണ്ടെന്ന്, അവർ തമ്മിൽ എന്തോ ഉണ്ട്, ഈ വഴക്കൊക്കെ അവർ വെറുതെ കാണിക്കണതാ, ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട്, അതെ അത് അഞ്ജലി മോള് പറഞ്ഞ സത്യമാണ്, അത് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് മുത്തശ്ശി പറയാണ്. പെട്ടെന്ന് തന്നെ ശ്യാം പറയണ്ട്, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തോന്നിയില്ലല്ലോ, പക്ഷേ ഈ ഒരു ചെറിയ മാറ്റം മറ്റുള്ളവരുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കായിരിക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എന്തായാലും അവർ തമ്മിൽ എന്തോ ഉണ്ട് ശ്യാമേട്ട എന്ന് അഞ്ജലി പറയാണ്. അത് കേട്ട് ദേഷ്യത്തിൽ ശ്യാം മുകളിലേക്ക് കയറി പോകുക കേട്ടോ. നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും കൂടി എന്നാലും അവർ തമ്മിൽ എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുവാണ്. വീട്ടിലെത്തിയ ശ്രുതി അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ അയൺ ബോക്സ് എടുത്തിട്ട്. ആ സമയത്ത് അമ്മായി വരുന്നുണ്ട്. എടി നീ എന്തടി കാണിച്ചുകൊണ്ടിരിക്കണത്? അമ്മായിക്ക് കണ്ടൂടെ ഞാൻ ഡ്രസ്സ് തേച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയാണോ ഡ്രസ്സ് തേക്കണത്? എൻ്റെ കൃഷ്ണ, ഈ നാട്ടിൽ ഇങ്ങനെ ഡ്രസ്സ് തേക്കണം ആരും ഉണ്ടാവില്ല, അമ്മായി എന്തൊക്കെയാണ് പറഞ്ഞത്, നീ നോക്കടി ശരിക്കും എന്ന് അമ്മായി പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി നോക്കുമ്പോഴേക്കും ശ്രുതി ഡ്രസ്സല്ല കേട്ടോ തേക്കണത്, അവിടെ ഉണ്ടായിരുന്ന ബുക്സൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ കുട്ടീഷ്ണ എന്ന് ശ്രുതി പറയുമ്പോൾ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ ഈ ലോകത്തൊന്നും അല്ലേ, നീ എന്താ പെണ്ണെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അത് ഞാൻ മാറിപ്പോയത് അമ്മായി, ഇങ്ങനത്തെ ഉടനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചല്ലോ എൻ്റെ കുട്ടീഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി അവിടെ നിന്ന് പോകും കേട്ടോ. ശേഷം നമ്മുടെ പ്രീതിയുടെ ഡ്രസ്സെല്ലാം തന്നെ അമ്മ എടുത്ത് വെക്കുവാണ്. ആ സമയത്ത് ശ്രുതിയുടെ ഡ്രസ്സ് കൊണ്ട് പ്രീതിയുടെ ബാഗിലേക്ക് വെക്കുക കേട്ടോ. അമ്മ ചോദിക്കണ്ടേ, അല്ല ശ്രുതി നീ എന്തേ കാണിക്കണത്, ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെക്കുന്നു? എടി, പ്രീതിയുടെ ഡ്രസ്സല്ല ബാഗിൽ വെക്കണത്, അല്ലാതെ നിൻ്റെ ഡ്രസ്സാണോ കൊണ്ടു വെക്കണത്? അയ്യോ അമ്മേ മാറിപ്പോയി. അതോ പ്രീതിനേക്കാളും മുമ്പ് നീ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ പോവാണോ? അയ്യോ അല്ല അമ്മേ, ഞാൻ മാറിപ്പോയതാ. ഇവളുടെ വിചാരം ഇവിടെ ഒന്നും അല്ല അമ്മേ, ഇവൾക്ക് ഞാൻ പോകുന്നതിൽ ഒരു വിഷമവും ഇല്ല, അമ്മക്കും അമ്മായിക്കും അച്ഛക്കും മാത്രമേ ഉള്ളൂ ഞാനിവിടെ നിന്ന് പോകുന്നൊരു വിഷമം, ഇവൾക്കൊരു വിഷമമില്ല, ഇവളുടെ സ്നേഹമൊക്കെ വേറെ അഭിനയമാണമ്മേ എന്ന് പ്രീതി പറയാണ്. ആ സമയത്ത് ശ്രുതി പറയട്ടെ, എൻ്റെ ചേച്ചി പോകുന്നതിൽ എനിക്ക് വിഷമമില്ലെന്നാണ് ചേച്ചി പറയണത് എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ അമ്മ പറയേണ്ടാതെ, നാളെ കഴിഞ്ഞാൽ ഇവളിവിടെ ഉണ്ടാവില്ലെന്ന് ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമമൊന്ന്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ 2 മക്കളും ഭാഗ്യം ചെയ്തവരാ. ആദ്യത്തെ വിവാഹം മുടങ്ങിയെങ്കിലും രണ്ടാമത്തുള്ള വിവാഹം നന്നായിട്ട് നടക്കും. ഇപ്പോൾ പ്രീതിമോളുടെ കാര്യം കണ്ടില്ലേ, അതുപോലെ തന്നെ ശ്രുതി മോൾക്കും നല്ലൊരു പയ്യൻ വരും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് അമ്മ പറയാണ്. ആ സമയത്ത് പ്രീതി പറയട്ടെ, എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ തോന്നണോ അമ്മേ? അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എൻ്റെ ആദ്യ വിവാഹം മുടങ്ങിയതാണെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ, അശ്വിൻ സാറിനും അതുപോലെ തന്നെ ആകാശ് ചേട്ടനും മാത്രമല്ല അറിയുള്ളൂ. അപ്പോഴേക്കും ശ്രുതി പറയണ്ട്, ആദ്യ വിവാഹം മുടങ്ങിയതിന് കാരണം ആ കടലമിഠായല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ നമുക്കത് പറയാന്നേ. അത് മാത്രമല്ല ആകാശ് സാർ അതിനൊന്നും ഇടവരത്തില്ല, ആകാശ് ചേട്ടൻ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോളും, അതൊന്നും ചേർത്ത് ചേച്ചി വിഷമിക്കേണ്ട എന്ന് ശ്രുതി പറയാട്ടോ. അതിന് ശേഷമാണെങ്കിൽ ശ്യാമാണെങ്കിൽ എങ്ങനെയെങ്കിലും അഞ്ജലിനെ കൊല്ലാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർ അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും അതിൻ്റെ സാധനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആ സ്പ്രേ അടിച്ചിട്ട് അഞ്ജലിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ രാമേട്ടൻ അതൊക്കെ ഒതുക്കുമ്പോഴേക്കും ശ്യാം വരുന്നുണ്ട്. രാമേട്ടൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അല്ല കുഞ്ഞ് ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് രാമേട്ടൻ പറയുമ്പോൾ, ഇവിടുത്തെ കല്യാണമാണ്, അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, രാമേട്ടൻ പോയിക്കോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ ആകാശ് വരുന്നുണ്ട്.
അല്ല ശ്യാമേട്ടൻ എന്തൊക്കെയാണ് ചെയ്യണത്? ഇതൊക്കെ രാമേട്ടൻ ചെയ്തോളും. രാമേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അയ്യോ ആകാശേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നിന്റെ കല്യാണമല്ലേടാ. അപ്പോൾ ഇതൊക്കെ ചെയ്യണത് ഒരു സന്തോഷമല്ലേ എന്ന് പറയുമ്പോൾ, ഹോ നിങ്ങളെയൊക്കെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആകാശം കെട്ടിപ്പിടിക്കുക കേട്ടോ ശ്യാമിനെ. ആ സമയത്ത് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ നിന്റെ ചേച്ചി നീയൊക്കെ ഉടനെ ചാവോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ഇങ്ങനെ ശ്രുതി ഉമ്മ തന്നത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടേക്ക് അഞ്ജലി വരുന്നുണ്ട്. കുഞ്ഞ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അശ്വിൻ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അഞ്ജലി ചോദിക്കുന്നുണ്ട്, കുഞ്ഞ നീ ഇവിടെയൊന്നും അല്ലേ? അല്ല ചേച്ചി എന്താ ചോദിച്ചത്? അല്ല കുഞ്ഞ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ ഒന്നുമില്ല ചേച്ചി, നീ എന്തിനെങ്കിലും ചൂടാവണത്? ചേച്ചി എനിക്കൊന്നുമില്ല, ചേച്ചി ടെൻഷൻ ആവില്ലേ? ചേച്ചി പൊയ്ക്കോ. അല്ല അമ്പലത്തിലേക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നേ. അല്ല കുഞ്ഞ നീ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ് ചേച്ചി, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് പോകുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അശ്വിനെ നോക്കുന്നുണ്ട്. അശ്വിൻ്റെ മുഖത്ത് ചിരിയുണ്ട്, പക്ഷെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി നേരെ പുറത്തേക്ക് ഇങ്ങനെ പോകുവാണ്. അശ്വിനാണെങ്കിൽ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി അങ്ങനെ തന്നെയാണ്. അശ്വിനും ഉമ്മ വെച്ച കാര്യം ആലോചിച്ചിട്ട് ശ്രുതിക്കും വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അശ്വിനും വല്ലാത്ത സന്തോഷം തോന്നിയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും അശ്വിൻ ചെടിയൊക്കെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കുവാണ്. അശ്വിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു പ്ലാന്. അതിനുവേണ്ടി അശ്വിൻ്റെ മുമ്പിൽ തന്നെ ഒരു കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആകാശം ഭാഗ്യം ചെയ്തവന് അല്ലേ മുത്തശ്ശി എന്ന് പറയാണ്. അതെ പ്രീതിനെ പോലത്തെ ഒരു നല്ലൊരു പെൺകുട്ടീനല്ലേ അവനെ കിട്ടാൻ പോണത് എന്ന് മുത്തശ്ശി പറയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അശ്വിൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും പ്രീതി എന്തൊരു നല്ലൊരു കുട്ടിയാണ്, എന്തൊരു ഐശ്വര്യമുള്ള കുട്ടിയാണ്. ആ രണ്ട് പിള്ളേർ നല്ല ഐശ്വര്യമുള്ള പിള്ളേരാണ്. ശ്രുതിനെ കാണാനും നല്ലതല്ലേ, അവളെ കാണാനും നല്ലതാണ്, അവളുടെ സ്വഭാവവും നല്ലതാണ്. പ്രീതി ഇത്തിരി സൈലൻ്റ് ആണെങ്കിൽ ശ്രുതി കുറച്ചൊരു പൊട്ടിത്തെറിയാണെങ്കിൽ നല്ലൊരു പാവം പെൺകുട്ടിയാണ്. അതെ ശ്രുതിനെ പോലത്തെ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പോലെ എന്ന് മുത്തശ്ശി അഞ്ജലി അടുത്ത് പറയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ്റെ മുഖത്ത് ബൾബ് തെളിയുക കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, അതെ എനിക്കും ആഗ്രഹമുണ്ട് ശ്രുതിനെ പോലത്തെ ഒരു പെൺകുട്ടി ഇവിടെ വരികയാണെങ്കിലോ. പ്രീതി വന്നു, അതുപോലെ തന്നെ ശ്രുതിയും വരണം. അപ്പോൾ ആ വീട്ടുകാർക്കൊരു സമാധാനം ഉണ്ടാവും, നമുക്കും സന്തോഷം ഉണ്ടാവും. കാരണം അങ്ങനത്തെ നല്ല രണ്ട് പിള്ളേർ ഇവിടെ ഉള്ളത് നമുക്ക് നല്ലതല്ലേ മുത്തശ്ശി? അതെ അങ്ങനത്തെ രണ്ട് പിള്ളേർ ഇവിടെ മരുമക്കളായിട്ട് വരണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. എന്തായാലും ശ്രുതിയും കൂടി ഇവിടെ വരണം മോളെ, അതാ എൻ്റെ ആഗ്രഹം എന്ന് മുത്തശ്ശി പറയാണ്. ആ കുഞ്ഞ നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടില്ല കേട്ടോ. കുഞ്ഞ നിൻ്റെ അഭിപ്രായം എന്താ ശ്രുതി ഈ വീട്ടിലേക്ക് മരുമകളായി വരുന്നതിനെക്കുറിച്ച്? അത് ഞാനൊരു കല്യാണത്തിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാലും നിങ്ങളൊക്കെ പറയുവാണെങ്കിൽ, അയ്യോ കുഞ്ഞ നിനക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ലേ, പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് അവളെ ആലോചിക്കാൻ വേണ്ടി പോയത് എന്ന് നമ്മൾ പെട്ടെന്ന് അശ്വിൻ്റെ മുഖം മാറി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലിക്കും മുത്തശ്ശിക്കും ചിരി വരുവാണ്. അവർ പറയും എനിക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അശ്വിൻ്റെ മുഖം ഒന്നും കൂടി വാടും കേട്ടോ. അതോടുകൂടി അവർ മനസ്സിലാക്കും അശ്വിനെ ശരിക്കും ശ്രുതിയെടുത്ത് ഒരു പ്രണയമുണ്ട്, തൻ്റെ ഭാര്യ ആക്കണമെന്ന് അശ്വിൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്തായാലും എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.